നമസ്കാരം. 5-6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗവൺമെൻറ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും നമുക്കിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വന്നിരിക്കുകയാണ്, മെഡിസെപ്പ്. അപ്പോൾ ഈ ഒരു മെഡിസെപ്പ് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്, ഏതെല്ലാം ഹോസ്പിറ്റലുകളാണ് ഇതിന് കവറേജ് കൊടുക്കുന്നത്, ഏതെല്ലാം അസുഖങ്ങൾക്കാണ് നമുക്കിത് കവറേജ് കിട്ടുക, ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻറ്റുകളിൽ പോകണം എന്നീ കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു ഇൻഷുറൻസിൻ്റെ മൊത്തത്തിലൊരു ഔട്ട്ലൈൻ എന്തെല്ലാം കാര്യങ്ങൾ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് അഡ്മിറ്റ് ആവുന്നതിന് മെഡിസെപ്പിൻ്റെ ഒരു ID കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് 2 കാര്യങ്ങളെ വേണ്ടൂ. ഒന്ന് നമ്മുടെ പെൻ നമ്പർ, അതായത് എംപ്ലോയി നമ്പർ, ഇനി പെൻഷൻ ആണെങ്കിൽ പെൻഷൻ ഓർഡർ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മെഡിസെപ്പ് ID. ഈ 3 കാര്യങ്ങൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഡിസെപ്പ് ID അറിയില്ല, മറന്നുപോയെന്നുണ്ടെങ്കിൽ മെഡിസെപ്പ് ID എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഔട്ട്ലൈൻ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ഇതിൽ ആരെല്ലാമാണ് അംഗം എന്ന് നോക്കാം. എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും അവരുടെ ഫാമിലിയും അതുപോലെ പെൻഷൻ വാങ്ങുന്ന ആളുകളും അവരുടെ ഫാമിലിയുമാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, 25 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ, അവർക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, വേറെ പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്ത മാതാപിതാക്കൾ, ഇവരാണ് നമ്മുടെ ഫാമിലി എന്നൊരു ഗ്രൂപ്പിൽ വരുന്നത്. ഇനി പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കാര്യത്തിലും അവരുടെ മാതാപിതാക്കൾ ഇത് ഉൾപ്പെടുത്തും. കാരണം അവർക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മാതാപിതാക്കൾ, അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഏജ് ലിമിറ്റ് വരുന്നതല്ല, ആ മക്കളും ഇതിൽ അംഗങ്ങളായിരിക്കും. പാർട്ട് ടൈം കണ്ടിജന്റ് വർക്കേഴ്സ്, എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, അനധ്യാപകർ തുടങ്ങിയവരെല്ലാം തന്നെ ഇതിൽ അംഗങ്ങളാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, മന്ത്രിമാർ, ഒപ്പോസിഷൻ മിനിസ്റ്റർ, ചീഫ് വിപ്പ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചെയർമാൻ ഓഫ് ഫിനാൻഷ്യൽ കമ്മിറ്റി, അവരുടെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ഇതിൽ അംഗങ്ങളാണ്. ഇതിൽ മൊത്തം 1920 അസുഖങ്ങൾ, അതായത് ഒരുവിധം എല്ലാ അസുഖങ്ങളും തന്നെ ഇതിൽ കവറേജ് ഉള്ളതാണ്. നമുക്ക് മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ പോലല്ല, മുൻപുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതും ഇതിൽ കവറേജ് കിട്ടുന്നതാണ്. ഇനി ഏതെല്ലാം അസുഖങ്ങളാണ് ഇതിൽ കവറേജ് വരുന്നത് നോക്കാം. 1920ഓളം അസുഖങ്ങളുടെ ലിസ്റ്റ് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ അസുഖങ്ങൾക്കും എത്ര രൂപ വരെ ക്ലെയിം ചെയ്യാമെന്നും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ഡീറ്റെയിൽസ് കൊടുക്കും. ആവശ്യമുള്ളവർക്ക് അത് നോക്കി കാര്യങ്ങൾ വെരിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 15 ദിവസം മുൻപും പിൻപും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആ ഒരു രീതിയിൽ വരുന്ന ക്ലെയിമുകളെല്ലാം തന്നെ നമുക്ക് ഇതിൽ വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കൊരു 24 hours ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ക്യാഷ്ലെസ് ആയിട്ടുള്ള ഈ ഒരു സൗകര്യം നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് എംപാനൽഡ് ഹോസ്പിറ്റൽ, അതായത് നമ്മൾ ഈ ഒരു മെഡിസെപ്പ് പ്രോഗ്രാമായി ടൈപ്പ് ആയിട്ടുള്ള എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് വേണം നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട്. 24 മണിക്കൂർ അഡ്മിറ്റായ ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ഈ ക്ലെയിം എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ വെബ്സൈറ്റിൽ ഈ ഒരു മെഡിസെപ്പ് പദ്ധതിയുമായി എംപാനൽ ചെയ്ത, അതായത് ടൈപ്പ് ആയിരിക്കുന്ന ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലിസ്റ്റ്, അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഏതെല്ലാം ഹോസ്പിറ്റലുകളാണ് ഈ ഒരു മെഡിസെപ്പ് ടൈപ്പ് ആയിരിക്കുന്നത് നിങ്ങൾ മുൻകൂട്ടി ഒന്ന് അറിഞ്ഞു വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് പെട്ടെന്നൊരു അസുഖം എന്തെങ്കിലും വരുന്നൊരു സമയത്ത് അഡ്മിറ്റ് ആവണമെങ്കിൽ ഇതുപോലുള്ള ടൈപ്പായുള്ള ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി പെട്ടെന്ന് നമുക്കൊരു ആക്സിഡൻറ്റ് അതുപോലത്തെ എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ എംപാനൽ ചെയ്യാത്ത ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ആ ഒരു എമൗണ്ട് നമുക്ക് പിന്നീട് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഓരോ അസുഖത്തിനും അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെൻറ്റിനും ഇത്ര രൂപ വരെ എന്നുള്ളത് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി 24 മണിക്കൂർ അഡ്മിഷൻ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഇതിൽ ക്യാഷ്ലെസ് ആയ ട്രീറ്റ്മെൻറ്റ് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോരാൻ പറ്റുന്ന ചില അസുഖങ്ങൾ, അതായത് നമ്മുടെ ഡയാലിസിസ്, കീമോ, തിമിര ശസ്ത്രക്രിയ, ഈ രീതിയിലുള്ള അസുഖങ്ങളും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതല്ലാതെ നോർമലി വരുന്ന എല്ലാത്തിനും നമുക്ക് 24 hours അഡ്മിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാ എംപ്ലോയീസും ഇതിൽ നിർബന്ധമായും ഇതിൽ അംഗമാവേണ്ടതുണ്ട്. ഒരുവിധം എല്ലാ അസുഖങ്ങളും, ഒരുവിധം എല്ലാ ട്രീറ്റ്മെൻറ്റുകളും സർജറികളും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 1920ഓളം അസുഖങ്ങളുടെ ലിസ്റ്റ് ഇതിലുണ്ട്. ഇനിയിപ്പോൾ പുതിയതായിട്ടൊരു എംപ്ലോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയി ഏത് മാസമാണ് ജോയിൻ ചെയ്തത് ആ മാസം തൊട്ടുള്ള പ്രീമിയം തുക അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ എംപ്ലോയിക്ക് 1.5 ലക്ഷം രൂപയുള്ള കവറേജാണ് കൊടുക്കുക. ഇനി മുഴുവൻ തുകയും ആ ഒരു വർഷത്തെ മുഴുവൻ പ്രീമിയവും എംപ്ലോയി അടയ്ക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ 3 ലക്ഷം രൂപ തന്നെ ഫുൾ കവറേജ് കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയായിരിക്കും കവറേജ് കിട്ടുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 3 lakh + 3 lakh 6 lakh ആ രീതിയിലുള്ള കവറേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ ഒരു വർഷം പ്രത്യേകിച്ച് ആശുപത്രിയിലെ ക്ലെയിമുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് വെക്കുക. ആ ഒരു സമയത്ത് 1.5 ലക്ഷം രൂപ നെക്സ്റ്റ് ഇയറിലേക്ക് ഫ്ലോട്ടറായിട്ട് കണക്കാക്കപ്പെടുമെന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയി സസ്പെൻഷനായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സമയത്തും ഒരു മന്ത്ലി പ്രീമിയം അവരുടെ അലവൻസിൽ നിന്നും മറ്റും
പിടിക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും കേസിൽ ഒരു എംപ്ലോയി ടെർമിനേറ്റ് ആവുകയാണെങ്കിൽ ഈ സ്കീമിൽ നിന്നും പുറത്തു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു എംപ്ലോയി കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് ഒരു കുട്ടി ജനിക്കുക എന്നീ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ നമ്മളൊരു എംപ്ലോയിയുടെ മരണം സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതെല്ലാം അപ്പോൾ തന്നെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഒരു എംപ്ലോയിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനും ഈ ഒരു ഇൻഷുറൻസ് കവറേജ് ആ ഒരു വർഷം കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ആ കുഞ്ഞിനെ ഇതിൽ പ്രത്യേകിച്ച് രണ്ടാമത് ആഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ വർഷം തൊട്ട് മാത്രമാണ് കുഞ്ഞിനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു അഡ്മിറ്റ് ആയ സമയത്ത് നമുക്ക് 2000 രൂപ വരെയാണ് മാക്സിമം നമുക്ക് റൂം റെന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് നമുക്കൊരു വാർഡ്, നോർമൽ വാർഡിലാണെങ്കിൽ 1000 രൂപയും, ഒരു സെമി വാർഡാണെങ്കിൽ 1500 രൂപയും, അല്ലെങ്കിൽ ഒരു സിംഗിൾ റൂം ആണെങ്കിൽ നമുക്ക് 2000 രൂപ വരെയും ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇനി 2000 രൂപയുടെ മുകളിലുള്ള ഒരു റൂമിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അധികം വരുന്ന തുക നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. നമ്മുടെ തിരുവനന്തപുരത്തെ RCC, കൊച്ചിൻ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ എല്ലാ വലിയ ഹോസ്പിറ്റലുകളും ഈ ഒരു എംപാനൽ ലിസ്റ്റിലുണ്ട്. നമുക്ക് 24 മണിക്കൂറും ഇവരുടെ സേവനം ലഭ്യമാണ്. ഫോൺ വഴി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. നമുക്ക് നോർമൽ ഒരു ICU ചാർജ് ആയിട്ട് 5000 രൂപയും വെന്റിലേറ്റർ ചാർജ് 2000 രൂപയും എന്നീ രീതിയിലാണ് ഇതിൽ ചാർജും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളത്. ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആണ്, ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു PDF ഫയൽ ഞാൻ പറഞ്ഞു താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊന്ന് നോക്കി കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു ID കാർഡ് ഉണ്ട്. അപ്പോൾ ഈ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഗൂഗിൾ എടുത്ത് medicep.kerala.gov.in അതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൽ തന്നെ കാണാം ഡൗൺലോഡ് മെഡി കാർഡ് എന്ന് കണ്ടില്ലേ. ഈ ഡൗൺലോഡ് മെഡി കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇത് നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക, മെഡിസെപ്പ് ID കൊടുക്കുക, അതുപോലെ തന്നെ എംപ്ലോയി ID കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഡിസെപ്പ് ID അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മെഡിസെപ്പ് ID ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിന് നമ്മൾ ആദ്യം വീണ്ടും നമ്മുടെ പേജിൽ വരിക. ഇവിടെ ഏറ്റവും വലതുഭാഗത്ത് മുകളിൽ നമുക്ക് സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാറ്റഗറി എന്ന് കാണാൻ സാധിക്കും. ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എംപ്ലോയി ആണോ പെൻഷനർ ആണോ എന്നെല്ലാം ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി കൊടുക്കുക, പെൻഷനർ ആണെങ്കിൽ പെൻഷനർ കൊടുക്കുക. ഞാനിവിടെ എംപ്ലോയി എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ എംപ്ലോയി ID നമ്പർ, അതായത് പെൻ നമ്പർ. ഇനി പെൻഷൻ വാങ്ങുന്ന ആളാണെങ്കിൽ പെൻഷൻ ഓർഡർ നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കലണ്ടർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് സെക്ഷനിലാണോ വർക്ക് ചെയ്യുന്നത് ആ സെക്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഹോമിയോപ്പതി സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന നമ്പർ കൊടുത്ത് താഴെ കാണുന്ന സെർച്ച് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇവിടെ നമ്മൾ പ്രിൻ്റ് എന്ന ബട്ടൺ കണ്ടില്ലേ, ഈ പ്രിൻ്റ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. നമ്മുടെ മെഡിസെപ്പ് ID വന്നു കഴിഞ്ഞു. ഏറ്റവും ഇടതുഭാഗത്ത് ഏറ്റവും മുകളിൽ കണ്ടില്ലേ മെഡിസെപ്പ് ID, നമ്മുടെ പെൻഷൻ, എന്താ പറയുക, നമ്മുടെ എംപ്ലോയി നമ്പർ, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ ആരെല്ലാം ചേർത്തിരിക്കുന്നു ഇതിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ എന്തെങ്കിലും ഇതിൽ നിങ്ങൾ കറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ DDO ആളുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം കറക്ഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ തിരുത്തിയിട്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി നമുക്ക് മെഡിസെപ്പ് ID കിട്ടി. ഇനി നമുക്ക് നമ്മുടെ മറ്റേ നോക്കാം, ഡൗൺലോഡ് ചെയ്യാം. അതിന് നമ്മൾ ഡൗൺലോഡ് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ സെലക്ട് 1 എന്നുള്ളതിൽ ബെനിഫിഷ്യറി എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മെഡിസെപ്പ് ID നമുക്ക് കിട്ടിയത് കൊടുക്കാം. മെഡിസെപ്പ് ID കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ എംപ്ലോയി ID കൊടുക്കുക. പെൻ ഓർ PPO നമ്പർ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ലിസ്റ്റ് വരും. ഇവിടെ 3 പേരാണ്, എംപ്ലോയിയും വൈഫും കുട്ടിയും, ഇങ്ങനെ 3 പേരാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു സമ്മറി ഡീറ്റെയിൽസ് ആണ് മുകളിൽ കാണിക്കുന്നത്. ഇനി ഇവിടെ താഴെ കാണുന്ന ഡൗൺലോഡ് ഹെൽത്ത് ID കാർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു PDF ഫയലായിട്ട് ഇത് ഓപ്പൺ ആവുന്നതായിരിക്കും. കണ്ടില്ലേ? ഇവിടെ നമ്മുടെ മെഡിസെപ്പ് IDൻ്റെ കാർഡാണിത്. ഒരു ആധാർ കാർഡ് പോലെയുള്ള കാർഡ്. ഇങ്ങനെ നമുക്ക് അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. 2 പേജുള്ള ഒരു കാർഡാണ് വരിക. നമ്മുടെ പേര്, നമ്മുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഡൗൺ ആരോ കണ്ടില്ല, ഈ ആരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇത് പിന്നീട് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് പോലെ നമുക്ക് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഹോസ്പിറ്റൽ ഏതെങ്ങനെ ലിസ്റ്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മുടെ പേജിൽ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കുക. കേരളം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ജില്ല, നിങ്ങൾ ഏത് ജില്ലയിലാണ് താമസിക്കുന്നതെന്ന് നോക്കുക. ആ ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം വലതുഭാഗത്തെ സെർച്ച് എന്ന ബട്ടൺ സെറ്റ് ചെയ്യുക. ഇവിടെ ആദ്യം ഷോ എന്നുള്ളതിൽ 10 കാണിക്കുന്നത്. അതായത് ആദ്യത്തെ 10 ഹോസ്പിറ്റലുകൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഓരോരോ ഹോസ്പിറ്റലുകളാണ് കാണിക്കുന്നത്.
ഓക്കെ, ഇതിൽ പ്രീവിയസ്, നെക്സ്റ്റ്, 1 2 3 3 പേജ് ഉണ്ട്. ഇതേപോലെ നിങ്ങളുടെ ജില്ലകളിലെ ചുറ്റുവട്ടത്തുള്ള ആശുപത്രികളുടെ ലിസ്റ്റെല്ലാം അറിഞ്ഞു വയ്ക്കുക. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ ഒരു കാർഡും അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോ പതിച്ച ഒരു ID പ്രൂഫ്, അതായത് ഇപ്പോൾ റേഷൻ കാർഡോ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, ഇതുപോലെ എന്തെങ്കിലും ഒരു കാർഡ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഇനി പെൻഷനറായ ആളുകൾക്ക് ഇതിൽ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രഷറി ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു ഓതറൈസേഷൻ ലെറ്ററായി പോയാലും നമുക്ക് ഈ ഒരു സൗകര്യം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് തുടർന്നും കാണുന്നതിനും അതുപോലെ തന്നെ പുതിയ വിവരങ്ങൾ അറിയുന്നതിനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.